ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ ഇഹ്തദാ ബിഹുദാ അമ്മാ ബഅദ്. സൂറത്തുൻ നജ്ം 13 മുതൽ 22 വരെയുള്ള ആയത്തുകളാണ് പുതിയ പാഠമായി നാം പാരായണം ചെയ്യുന്നത്. ഈ വചനങ്ങളിൽ നാം അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട തജ്വീദ് നിയമങ്ങൾ. വലഖദ്, ഈ പദത്തിലെ ദാലിൻ്റെ സുക്കൂൻ ഖൽഖല നൽകി ശബ്ദം ചലിപ്പിച്ച് വ്യക്തമാക്കി ഉച്ചരിക്കണം. വലഖദ്. ഇതിൽ ഖാഫിനെ തഫ്ഖീം ചെയ്യണം എന്നത് ശ്രദ്ധേയമാണ്. വലഖദ് ഖാഫിന് മാത്രമാണ് തഫ്ഖീം, മറ്റ് ഹർഫുകൾക്ക് തഫ്ഖീം വരരുത്. അപ്രകാരം തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. നസ്ലതൻ ഉഖ്റാ. നസ്ലതൻ എന്ന പദത്തിലെ തൻവീൻ ഇൽഹാർ ഹൽഖി നൽകി മണിക്കാതെ വെളിവാക്കണം. നസ്ലതൻ ഉഖ്റാ. റാഇൻ്റെ അലിഫ്, ഇതൊക്കെ തഫ്ഖീം ചെയ്യേണ്ട അക്ഷരങ്ങളാണ്. ഇൻദ സകിനാനൂൻ ഇഖ്ഫാ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിക്കണം. ഇൻദ. സിദ്റതി ദാലിൻ്റെ സുക്കൂൻ ഖൽഖല നൽകി ശബ്ദം ചലിപ്പിച്ച് വ്യക്തമാക്കി ഉച്ചരിക്കണം. അൽ മുൻതഹ സകിനാനൂൻ ഇഖ്ഫാ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിക്കണം. ഇൻദ സിദ്റതിൽ മുൻതഹ. ഈ വചനത്തിൽ റാഇന് മാത്രമാണ് തഫ്ഖീം നൽകേണ്ടത്, പ്രത്യേകം ശ്രദ്ധിക്കുക. റാ അല്ലാത്ത മറ്റക്ഷരങ്ങൾക്കൊന്നും തഫ്ഖീം വരരുത്. അടുത്ത വചനം ഇൻദഹ, വീണ്ടും സകിനാനൂൻ ഇഖ്ഫാ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിക്കുക. ജന്നത്തുൽ മഅ്വ. നൂൻ മുഷദ്ദദ, ഷദ് നൽകപ്പെട്ട നൂനിനെ 2 ഹറക്കത്തിൻ്റെ അളവിൽ മണിക്കണം. അൽ മഅ്വ. വ്യക്തമായി ഹംസയെ ഉച്ചരിക്കുക. മഅ്വ എന്നൊന്നും പറയരുത്. അവ്യക്തമായ മഅ്വ എന്ന് പറയലുണ്ട് പലരും, അത് തെറ്റാണ്. അൽ മഅ്വ. ഇദ് യഗ്ഷ. സുക്കൂനുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് യഗ്ഷ എന്ന് പറയരുത്. ശബ്ദം ചലിപ്പിച്ച് സുക്കൂനിനെ ഹറക്കത്ത് പോലെ ഉച്ചരിക്കരുത്. ഇദ് യഗ്ഷ സിദ്റത എന്നതിലെ ദാലിൻ്റെ സുക്കൂൻ ഖൽഖല നൽകി ശബ്ദം ചലിപ്പിച്ച് വ്യക്തമാക്കണം. ഇദ് യഗ്ഷ സിദ്റത മാ യഗ്ഷ. ഗൈന് റാ, ഈ 2 അക്ഷരങ്ങൾക്ക് തഫ്ഖീം നൽകണം. ഈ വചനത്തിൽ മറ്റക്ഷരങ്ങൾക്കൊന്നും തഫ്ഖീം വരാതെ സൂക്ഷിക്കുക. മാ സാഗ, ഇതിൽ ഗൈനിന് മാത്രമാണ് തഫ്ഖീം. മാ സാഗ, മാ സാഗ പറയരുത്. മാ സാഗ. അൽ ബസറു, സ്വാദ് റാ രണ്ടും തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കുക. വമാ തഗ. ഗൈന് അതിൻ്റെ അലിഫ്, ഇതൊക്കെയും തഫ്ഖീം ചെയ്യേണ്ട അക്ഷരങ്ങളാണ്. ലഖദ്, ദാലിൻ്റെ സുക്കൂൻ ഖൽഖല നൽകി ശബ്ദം ചലിപ്പിച്ച് വ്യക്തമാക്കണം. ലഖദ്. റഅ പറയരുത്. മിൻ ആയാതി. മിൻ എന്നതിലെ സകിനാനൂൻ ഇൽഹാർ ഹൽഖി മണിക്കാതെ വെളിവാക്കണം. മിൻ ആയാതി. ആയാതി അല്ല, ആയാതി. റബ്ബിഹിൽ കുബ്റ. അൽ കുബ്റ, ബാഇൻ്റെ സുക്കൂൻ ഖൽഖല നൽകി ശബ്ദം ചലിപ്പിച്ച് വ്യക്തമാക്കണം. മിൻ ആയാതി റബ്ബിഹിൽ കുബ്റ. ഈ വചനത്തിൽ ഖാഫ് റാ ഇതൊക്കെ തഫ്ഖീം ചെയ്യേണ്ട അക്ഷരങ്ങളാണ്. റാ പലതവണ വരുന്നു. റാ അവസാനത്തിൽ റാവും അലിഫും തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കുക, പെരുപ്പിച്ച് സ്വരഭാരത്തോടെ ഉച്ചരിക്കുക. ഇതല്ലാത്ത മറ്റക്ഷരങ്ങൾക്ക് തഫ്ഖീം വരാതെ സൂക്ഷിക്കുക. അഫറഅയ്തുമുൽ ലാത വൽ ഉസ്സ. റാ മാത്രമാണ് ഈ വചനത്തിൽ തഫ്ഖീം ചെയ്യേണ്ടത്, മറ്റക്ഷരങ്ങൾക്ക് തഫ്ഖീം വരരുത്. അഫറഅയ്തും. അല്ലാത്ത, അല്ലാത്ത പറയരുത്. ലാത. വൽ ഉസ്സ, ഉസ്സ അല്ല, ഉസ്സ. ومناة الثالثة الأخرى. خاء راء റാഇൻ്റെ അലിഫ്. റാഇൻ്റെ ദീർഘാക്ഷരമായ അലിഫ്, ഇവക്ക് മാത്രമാണ് തഫ്ഖീം നൽകേണ്ടത്, മറ്റക്ഷരങ്ങൾക്ക് തഫ്ഖീം വരാതെ സൂക്ഷിക്കുക. ومناة الثالثة الأخرى. ألكم.
അലകുമുദ്ദകറു റായിന് തഫ്ഖീം നൽകണം. മറ്റക്ഷരങ്ങൾക്കൊന്നും ഈ വചനത്തിൽ തഫ്ഖീം വരൂല. അലകുമുദ്ദകറു വലഹുൽ ഉൻസ. സാക്കിന നൂനിനെ ഇഖ്ഫ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിക്കുക. വലഹുൽ ഉൻസ. ഹംസ അവ്യക്തമാക്കും പലരും. വലഹുൽ ഉൻസ എന്നൊക്കെ പറയും. അങ്ങനെ ആവരുത്. ഉൻസ ഹംസ വ്യക്തമായി ഉച്ചരിക്കണം. വലഹുൽ ഉൻസ. തിൽക ഇദൻ ഖിസ്മ. തൻവീനിനെ ഇഖ്ഫ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിക്കണം. ഇദൻ ഖിസ്മത്തുൻ. ഖാഫ് കുറഞ്ഞ തഫ്ഖീമേ വരികയുള്ളൂ. ഖാഫിന് കസ്റായതിനാൽ കുറഞ്ഞ തഫ്ഖീം മാത്രമാണ് നൽകുക. ഖിസ്മത്തുൻ ദീസ. അപ്രകാരം തന്നെ തൻവീനിനെ വീണ്ടും ഇഖ്ഫ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിക്കണം. ശേഷം ദ്വാദാണ്. ദ്വാദിന് കസ്റായതിനാൽ കുറഞ്ഞ തഫ്ഖീം മാത്രമാണ് നൽകുക. ഇദൻ ഖിസ്മത്തുൻ ദീസ. സ അതും അതിൻ്റെ അലിഫും തർക്കീഖ് ചെയ്യേണ്ട അക്ഷരങ്ങളാണ്, തഫ്ഖീം അല്ല. ദീസ സോ പറയരുത്, സ. ഇപ്രകാരം എല്ലാ അക്ഷരങ്ങൾക്കും ശരിയായ വിധത്തിൽ ഉച്ചാരണം നൽകി പാരായണം ശരിയാക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد رآه نزلة أخرى عند سدرة المنتهى عندها جنة المأوى إذ يغشى السدرة ما يغشى ما زاغ البصر وما طغى لقد رأى من آيات ربه الكبرى أفرأيتم اللات والعزى ومناة الثالثة الأخرى ألكم الذكر وله الأنثى تلك إذا قسمة ضيزى.